കേരളത്തിൽ കത്തി നിൽക്കുന്ന ഇഷ്യൂ ആണ് അടുത്ത കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണ്. സോഷ്യൽ മീഡിയ മുഴുവനും അതാണ്. പ്രത്യേകിച്ച് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും റീലുകളും ബഹളങ്ങളും. ഈ പറയുന്ന KC, VD, രമേശ് ചെന്നിത്തല. ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് സതീശനാകില്ല എന്ന് പറഞ്ഞ പല ആൾക്കാരും അതിൻ്റെ താഴെ പല കമൻറ്റുകൾ, പല ആൾക്കാരും എനിക്ക് പേഴ്സണലി കമൻ്റ് അയക്കാൻ തുടങ്ങി. അപ്പം ചില കാര്യങ്ങൾ, പറയാത്ത കാര്യങ്ങൾ എന്തുകൊണ്ടാകില്ല എന്നുള്ള കാര്യം അങ്ങ് പറയാം. രാഹുൽ ഗാന്ധിക്ക് VD സതീശനുമായിട്ട് നല്ലൊരു ടോക്കിംഗ് ടേംസിലല്ല ഇവരടിച്ചു പിരിഞ്ഞു. ഇതാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ഈ പറയുന്ന രാഹുൽ ഗാന്ധിയാണ് സോൾ ആൻഡ് ഹോൾ. അയാൾ തന്നെയാണെല്ലാം. അതിനകത്ത് സോണിയാഗാന്ധി ക്യാൻസർ പേഷ്യൻ്റായിട്ട് ബെഡ് റിഡൻ അല്ല എങ്കിലും അവരിതിനകത്തൊന്നും ഇടപെടുന്നില്ല. പ്രിയങ്ക ഗാന്ധിക്ക് പ്രത്യേക റോളൊന്നുമില്ല. പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വഡേരെ നിങ്ങൾ കാണാറുണ്ട് കഴിഞ്ഞ 1.5-2 വർഷമായിട്ട്. അല്ലെങ്കിൽ അയാൾ ഈ മീഡിയയിലൊക്കെ ആക്റ്റീവായിട്ട് നിന്നുകൊണ്ടിരുന്ന ആളാണ്. പല കേസുകളുണ്ടായ, രാജസ്ഥാൻ കേസ്, അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് കേസ്, ഹരിയാന കേസ്, അതേപോലെ തന്നെ ഹരിയാനയിലും രാജസ്ഥാനിലുമൊക്കെ അവിടെ കോൺഗ്രസ് പാർട്ടിയുടെ കാൻഡിഡേറ്റ്സിനെ നിശ്ചയിക്കുന്ന രീതിയിലൊക്കെ ഇയാൾ ഇടപെടാൻ തുടങ്ങി. അവസാനം കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള നേതാക്കൾ ഉൾപ്പെടെ, ഇൻക്ലൂഡിങ് KC വേണുഗോപാൽ തന്നെയാണ് അതിൻ്റെ ഇനിഷ്യേറ്റീവ് എടുത്തത്. രാഹുൽ ഗാന്ധിയെ കൊണ്ട് വടേരെ അങ്ങ് ഒതുക്കി. അത് പ്രിയങ്കയ്ക്കും പ്രശ്നമായി. അപ്പോൾ പ്രിയങ്കയുടെ ധാരണ അത് രാഹുൽ KC ആണ് ചെയ്യിപ്പിച്ചതെന്ന്. പക്ഷേ അത് കോൺഗ്രസ് പാർട്ടിക്ക് അന്ന് ആവശ്യമായിരുന്നു. ഈ റോബർട്ട് ഈ പറയുന്ന വടേരെ എന്ന് പറഞ്ഞ ആളെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് സൈഡ് ലൈൻ ചെയ്തു. പ്രിയങ്ക ഗാന്ധി ആക്റ്റീവായിട്ട് അവിടുത്തെ MP ആണ്, ആക്റ്റീവായിട്ട് ACC വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ഓഫ് പാർലമെൻ്റ് ആണ്, ആക്റ്റീവായിട്ട് രാഷ്ട്രീയത്തിലുമുണ്ട്. വടേരോട് പറഞ്ഞു കോൺഗ്രസ് പാർട്ടി കാര്യത്തിൽ ഇടപെടേണ്ട, ഉറപ്പായിട്ട് KC തന്നെയാണ് ചെയ്തത് രാഹുൽ ഗാന്ധിയുടെ ഡയറക്ഷനിൽ. ഒരൊറ്റ പാർട്ടിക്കാർ, സീനിയർ ലീഡേഴ്സ് ഇപ്പോൾ വടേരയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എങ്ങനെയാണ് ഞാൻ പറയുവാണോ കാരണം പ്രിയങ്ക ഗാന്ധിക്ക് ഒരു സേ ഉണ്ട് കേരളത്തിൽ, വയനാട് MP ആണ്. എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയും നമ്മുടെ VD സതീശനും ഉടക്കുണ്ടായത്? ഇത് കോൺഗ്രസ് സർക്കിളിനകത്ത് വലിയ ചർച്ചയായത്. ഈ അതായത് പഞ്ചായത്ത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ എറണാകുളം പിടിച്ചു. അപ്പോൾ ദീപ്തി മേരി വർഗീസ് എന്ന് പറഞ്ഞൊരു ഫീമെയിൽ കാൻഡിഡേറ്റ് ഉണ്ട്. അതായത് അപ്പോൾ അവരെ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ സീറ്റ് കൊടുത്തിൽ അവരെ രാഹുൽ ഗാന്ധി തന്നെ പ്രോമിസ് ചെയ്തു കോർപ്പറേഷൻ മേയറാക്കാം, മത്സരിക്കാം എന്നൊക്കെ പറഞ്ഞു. അവർ കോർപ്പറേഷൻ കൗൺസിലറായിട്ട് ജയിക്കുന്നു. പക്ഷെ ആ ഫൈനൽ മൂവ്മെൻ്റ് ആക്കാൻ പറ്റുന്നില്ല. പിന്നെ ഫൈനലി രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞു അടുത്ത പ്രാവശ്യം MLA ആക്കാം എന്ന് പറയും. ഇതൊക്കെ ഉണ്ടായ സംഭവമാണ് കോൺവെർസേഷൻ്റെ അകത്ത്. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി KC വേണുഗോപാലിനെ കൊണ്ട് പറയിപ്പിക്കുന്നു. എല്ലാം പൂർണ്ണമായിട്ട് സമ്മതം അറിയിച്ചവർ MLA ആകാൻ ഇരിക്കുന്ന സമയത്താണ് കേരളത്തിലെ അസംബ്ലി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് VD സതീശൻ രാഹുൽ ഗാന്ധിയുമായിട്ട് തെറ്റുവാണ്. അപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന ചർച്ചയാണ്. അതിനകത്ത് രാഹുൽ ഗാന്ധിയുണ്ട്, ദീപാദാസ് മുൻഷിയുണ്ട്, അത് കേരളത്തിൻ്റെ ഒബ്സർവറുണ്ട്, KC വേണുഗോപാലുണ്ട്, സണ്ണി ജോസഫ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഈ നേതാക്കന്മാരൊന്ന് ഈ സീറ്റിൻ്റെ ഡിസ്കഷൻ നടക്കുമ്പോൾ ഈ എറണാകുളം സീറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന രണ്ടുപേരും, ഈ KC വേണുഗോപാൽ, ഇവരും ഈ ദീപാദാസ് മുൻഷി മറ്റേ പല കാര്യങ്ങളും പറഞ്ഞു. ഈ ദീപ്തി മേരി എന്ന് പറഞ്ഞ ആ സ്ത്രീയുടെ പേര് പറയുന്നു. രാഹുൽ ഗാന്ധി അത് പറഞ്ഞു അവർക്കത് കൊടുക്കേണ്ടതാണ്. അവിടെ കയറി നമ്മുടെ സതീശൻ കയറി ഉടക്കുണ്ടാവുക. ഉടക്കെന്ന് പറയുന്നത് നല്ല ഉടക്കായി ഷൗട്ട് ചെയ്തു രാഹുൽ ഗാന്ധിയെ. അതാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ നിന്നിട്ട് ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നീട് KC വേണുഗോപാൽ വരുത്തി സംസാരിച്ച് ഫൈനലി ഇയാളുടെ ഉടപ്പ് ഈ പറയുന്ന VD സതീശൻ മത്സരിക്കില്ല എന്ന് പോലും പറഞ്ഞു പറവൂരിൽ. ഇലക്ഷനിൽ നിന്ന് മാറി നിൽക്കുമെന്ന് പറഞ്ഞു. പൊട്ടൻഷ്യൽ ത്രെട്ട് പോലായി. അവസാനം നിർബന്ധിച്ചിട്ട് ഈ എറണാകുളം സീറ്റ് മുഹമ്മദ് ഷിയാസിന്, അതായത് സതീശൻ്റെ ആളിന് കൊടുക്കുന്നു. അതോടുകൂടി രാഹുൽ ഗാന്ധിയും VD സതീശനും തമ്മിൽ തെറ്റി. ഇലക്ഷൻ സമയത്ത് പോലും, അതായത് കേരളത്തിലെ ഇലക്ഷൻ ക്യാമ്പയിൻ സമയത്ത് പോലും
ഇവർ തമ്മിൽ ഈ പറയുന്ന സതീശൻ പല ആവർത്തി രാഹുൽ ഗാന്ധിയുമായിട്ട് ലോഹ്യമാകാൻ ശ്രമിച്ചു. രാഹുൽ ഗാന്ധി ഈ പറയുന്ന സതീശനെ അടുപ്പിച്ചില്ല. ഇത് അറിയുന്ന ഫാക്റ്റാണ്. അപ്പൊ രാഹുൽ ഗാന്ധിയെ വെട്ടി രാഹുൽ ഗാന്ധിയുമായിട്ട് ഉടക്ക് നിൽക്കുന്ന ഒരു നേതാവിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം, എവിടെങ്കിലും നീ നേതാവാക്കൂ. ഞാൻ രാഹുൽ ഗാന്ധിക്ക് അത്ര മാത്രമേ ഉള്ളൂ. കാരണം പുള്ളിക്ക് ഈ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് അറിയത്തില്ല. ഈ പറയുന്ന KC വേണുഗോപാൽ പറയുന്നത് കൊടുക്കുന്നതാണ് ഗ്രൗണ്ട് റിയാലിറ്റി. അതായത് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ വിശ്വസ്തൻ എന്ന് പറയുന്നത് KC വേണുഗോപാൽ. കാരണം പാർട്ടിക്ക് ഫണ്ട് കൊണ്ടുവരും, ഈ സംഭവങ്ങൾ മാനേജ് ചെയ്യും. പണം എന്ന് പറയുന്ന വലിയ സംഭവം ഒരു പാർട്ടി നിലനിൽക്കാൻ. അപ്പൊ അതിനകത്ത് പിന്നീട് സതീശന്റെ എല്ലാ പരിപാടികളും, അതായത് രാഹുൽ ഗാന്ധിയുമായിട്ട് ഒരുമിച്ച് പോകാനുള്ള എല്ലാ പരിപാടികളും ഈ രാഹുൽ ഗാന്ധി തന്നെ സതീശനെ കംപ്ലീറ്റ് ആയിട്ടൊക്കെ ഇഗ്നോർ ചെയ്തു. കാരണം പറഞ്ഞാൽ കേൾക്കില്ല, അതായത് മ്യൂച്വലായിട്ട് കാര്യങ്ങൾ ചെയ്യത്തില്ലോ. ചില കാര്യങ്ങൾ പിടിവാശി, ധാർഷ്ട്യം, അഹങ്കാരമുള്ളയാളാണ് ഈ സതീശൻ എന്ന ധാരണ രാഹുൽ ഗാന്ധിക്കും അവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കിടയ്ക്ക് ഇതങ്ങ് വലിയ രീതിയിലായി. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ പറയുന്ന രമേശ് ചെന്നിത്തല 2-3 പ്രാവശ്യം ഇലക്ഷൻ കഴിഞ്ഞ് ഡൽഹിയിൽ വരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു, ഒരു പ്രാവശ്യം പോലും ഈ VD സതീശൻ ഡൽഹിയിൽ വരുന്നില്ല, AICC ഹെഡ്ക്വാർട്ടേഴ്സിൽ വരുന്നില്ല, രാഹുൽ ഗാന്ധിയെ കാണാൻ ശ്രമിക്കുന്നില്ല. കാരണം രാഹുൽ ഗാന്ധി പിന്നെ VD സതീശന് അപ്പോയിൻമെന്റ് കൊടുത്തില്ല, കാണാൻ സമ്മതിച്ചില്ല. ഇതാണ് എൻ്റെ കാര്യം. അപ്പൊ രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള ഉടക്കൊന്ന്. രണ്ടാമത് CLP, അതായത് കോൺഗ്രസിന്റെ ലെജിസ്ലേറ്റീവ് പാർട്ടി ഇപ്രാവശ്യം അതിനകത്ത് മൃഗീയ ഭൂരിപക്ഷമാണ് ഈ പറയുന്ന KC വേണുഗോപാലിനുള്ളത്. ഈ നമ്മുടെ സതീശനെ ആകെ പിന്തുണയ്ക്കുന്ന ഈ മുഹമ്മദ് ഷിയാസും ഈ ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ച ഒരു സ്ത്രീ ഉണ്ടല്ലോ, ഒരു മുസ്ലിം സ്ത്രീ, ഈ 2 പേരുടെ ഉള്ളൂ. ഇനി അടുത്തൊരു പോയിന്റ് ഉണ്ട്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഈ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ രമേശ് ചെന്നിത്തല കേരളത്തിലെ ന്യൂസ് ചാനൽ ഏഷ്യാനെറ്റ്, മനോരമയ്ക്കാർക്കൊക്കെ ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ അതിൻ്റെ അകത്തൊരു ക്ലിപ്പിംഗ് കാണുന്നു. അയാൾക്കായിരുന്നു ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്, അതായത് രമേശിനായിരുന്നു ഭൂരിപക്ഷം. ഫൈനൽ മൂവ്മെൻറ്റിൽ അയാളെ വെട്ടിയിട്ടാണ് VD സതീശൻ വരുന്നത്. പൂർണ്ണമായിട്ടും തെറ്റ കണക്കുകൾ നിരത്തി ഒരു AICC സീനിയർ ലീഡർ കൃത്യമായിട്ട് എന്നെ കാണിച്ചു. മനസ്സിലായി, അതാണ് ഡൽഹിയുടെ പ്രയോജനം. ഇവരോടൊക്കെ കോൺടാക്ട്സ് ഉണ്ട്, കാര്യങ്ങളൊക്കെ അറിയാം എന്തുവാണ് സംഭവം. എന്താ പറഞ്ഞു തന്നെ, ഉറപ്പായിട്ടും ഉമ്മൻചാണ്ടി A ഗ്രൂപ്പും ഉള്ള I ഗ്രൂപ്പും രമേശിനെ ആയിരുന്നു പിന്തുണച്ചുകൊണ്ടിരുന്നത്, അത് സത്യമായിരുന്നു. പക്ഷേ KC വേണുഗോപാല് ഒരു വലിയ കളി അങ്ങ് നടത്തി. കാരണം KC വേണുഗോപാൽ സംഘടനാകാര്യ സെക്രട്ടറിയാണ്, പവർഫുൾ ജനറൽ സെക്രട്ടറിയാണ്, രാഹുൽ ഗാന്ധിയുടെ റൈറ്റ് ഹാൻഡാണ്. മത്സരിച്ച് ജയിച്ചു വന്ന എല്ലാ കോൺഗ്രസ് ഈ MLA മാരോടും പറഞ്ഞു, ഇയാളെ രമേശ് ചെന്നിത്തലയെ സപ്പോർട്ട് ചെയ്യരുത്, മത്സരമുണ്ടാകും. അതായത് ഒബ്സർവർ വരും, പ്രതിപക്ഷ നേതാവിൻ്റെ മത്സരം ഉണ്ടാകും, VD സതീശനെ ജയിപ്പിക്കണം. ഇതൊക്കെ സതീശൻ പറയുന്നതും തെറ്റാണ്. സതീശന് അങ്ങനെ ജെന്യൂനായിട്ട് കയറി വന്നു എന്നുള്ളത്, ഈ പറയുന്ന ഹൈക്കമാൻഡിൻ്റെ പിന്തുണ ഇല്ലെങ്കിൽ സതീശന് ഈ പ്രതിപക്ഷ നേതാവൊന്നും ആവത്തില്ല. ഈ KC വേണുഗോപാൽ രമേശിനെ അടിച്ച് മാറ്റി നിർത്തിയതാണ്. കാരണം കേപ്പബിൾ അല്ല. കഴിഞ്ഞ 5 വർഷം കൊണ്ടുപോയി അതിനെക്കൊണ്ട് ഒന്നും നടത്താൻ സാധിച്ചില്ല. കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റ് കുറച്ച് കിട്ടി. അതുകൊണ്ട് പുതിയൊരു നേതാവ് വരട്ടെ, സതീശൻ. അങ്ങനെയാണ് VD സതീശൻ വരുന്നത്. അല്ല രമേശിന് അതിൻ്റെ അകത്ത് ഭൂരിപക്ഷം ഇല്ലായിരുന്നു. ഇതിനകത്ത് ഉമ്മൻചാണ്ടിക്ക് പറ്റിയ അബദ്ധം, അയാളുടെ കൂടെ നിന്ന് MLA-മാർ ആർക്കാണ് സപ്പോർട്ട് ചെയ്തത് എന്ന് ഇന്നും ഈ മരിച്ചുപോയ ഉമ്മൻചാണ്ടിക്ക് ഇന്നും അറിയത്തില്ല. അവസാന ഗെയിമിൽ എന്താണ് നടന്നത്. ലാസ്റ്റ് മൂവ്മെൻറ്റിലാണ് KC ഇടപെട്ടിട്ട് ഇവരെ കൊണ്ടെല്ലാം VD സതീശൻ അധികമായിട്ട് വോട്ട് ചെയ്തത്. അന്ന് രമേശിന് വോട്ട്, അതായത് പരസ്യമായിട്ട് പിന്തുണച്ച് 2 പേരേ ഉള്ളൂ. ഒന്ന് TJ വിനോദ് എറണാകുളം, പിന്നെ അൻവർ സാദത്ത് ആലുവ. ബാക്കി ആരും രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചില്ല. അതായത് രമേശ് ഔട്ട്. പിന്നെ മറ്റൊരു കാര്യത്തിലോട്ട് കിടക്കാം. അതായത് നിങ്ങൾ പറയുന്നു CLP ലീഡേഴ്സുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഭൂരിപക്ഷം ഏറ്റവും പ്രധാനമാണ്. AICC, അതായത് നേതാവെന്ന രാഹുൽ ഗാന്ധിയുടെ സപ്പോർട്ടും ഏറ്റവും പ്രധാനമാണ്. ഇനി സംഭവം CLP ലീഡേഴ്സിൻ്റെ പിന്തുണ ഉണ്ടായാലും ശ്രദ്ധിച്ചോണം, ഹൈക്കമാൻഡിന് അത് വെട്ടാം.
അതിന് 3 ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അത് കോൺഗ്രസ് പാർട്ടിയെ പറ്റി പഠിക്കുക. അപ്പം കർണാടകയിൽ CLPയിലെ സിദ്ധരാമയ്യ, DK ശിവകുമാർ നിയമസഭാ ഇലക്ഷൻ. ആ പാർട്ടിയെ ആരാണ് പാടുപെട്ട് അധികാരത്തിൽ കൊണ്ടുവരുന്നത്? DK ശിവകുമാർ. അയാളാണ് ഹാർഡ് വർക്ക് ചെയ്ത് കർണാടകയിൽ അധികാരത്തിൽ കൊണ്ടുവരുന്നത്. അതായത് CLP ലീഡേഴ്സിൽ സിദ്ധരാമയ്യയ്ക്കും DK ശിവകുമാറിനെയും ഒരേപോലെയുള്ള പവറുണ്ട്. അതായത് കുറച്ച് സീറ്റുകൾ അധികമായിരുന്നു DK ശിവകുമാറിന്. എന്നിട്ട് DK ശിവകുമാറിനെ ചീഫ് മിനിസ്റ്റർ ആക്കി. ആരാണ് വെട്ടിയത്? നിങ്ങൾക്കറിയോ ആരാ വെട്ടിയത്? ഈ പറയുന്ന KC വേണുഗോപാലാണ് വെട്ടിയത്. ഇന്നും KC വേണുഗോപാലും DK ശിവകുമാറും ലോഹ്യത്തിലല്ല. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. KC വേണുഗോപാലിൻ്റെ റൈറ്റ് ഹാൻഡ് എന്ന് പറയുന്ന സിദ്ധരാമയ്യയും KJ ജോർജുമാണ്. അതുകൊണ്ടാണ് KJ ജോർജിനെ ഈ പറയുന്ന ഇലക്ഷൻ ഒബ്സർവറായിട്ട് കേരളത്തിലൊക്കെ വിടുന്നത്. അതായത് ഭൂരിപക്ഷം കിട്ടിയിട്ട് പോലും ശിവകുമാറിനെ വിട്ടി. അല്ലെങ്കിൽ മ്യൂച്വലായിട്ടും അത് 2.5 വർഷം മുഖ്യമന്ത്രി മാറണം. ഇങ്ങനൊരു സംഭവമൊന്നും ഉണ്ടായില്ല. ഇതൊക്കെ ചുമ്മാ പറഞ്ഞെന്നേ ഉള്ളൂ. എന്നിട്ട് സിദ്ധരാമയ്യയെ മാറ്റിയില്ല. രാജസ്ഥാൻ എടുക്കുക, ഗെലോട്ടും സച്ചിൻ പൈലറ്റ്. ആരാണ് അധികാരത്തിൽ കൊണ്ടുവന്നത്? ഗെലോട്ട് പൂർണ്ണമായിട്ടും ഡൽഹിയിലായിരുന്നു, സംഘടനാകാര്യ സെക്രട്ടറി ആയിരുന്നു. അതായത് നമ്മുടെ ഇപ്പോഴത്തെ KC വേണുഗോപാലിൻ്റെ പോസ്റ്റിലിരിക്കുകയാണ്. സച്ചിൻ പൈലറ്റിന് ഈ പറയുന്ന ഗെലോട്ടിനും വലിയ ഭൂരിപക്ഷത്തിൻ്റെ വ്യത്യാസമില്ല. സച്ചിൻ പൈലറ്റിനാണ് കൂടുതൽ ആൾക്കാർ പിന്തുണ കൊടുത്ത്, ചെറുപ്പക്കാരൻ തന്നെ അവിടെ CLP മീറ്റിങ്ങിൽ. എന്നിട്ട് ആരാ ആയത്? സച്ചിൻ പൈലറ്റിനെ മാറ്റി നിർത്തി അശോക് ഗെലോട്ടിനെ ആക്കി. അതിനകത്തൊരു KC ഗെയിം ഉണ്ട്. കാരണം അയാൾ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സംഘടനാകാര്യ സെക്രട്ടറി ആയിട്ട് ഈ പറയുന്ന KC വേണുഗോപാൽ വരും. രാഷ്ട്രീയത്തിൻ്റെ ചുവട് മാറ്റവും താളം തെറ്റും ഒക്കെ ഇതിനകത്തുണ്ട്. ആദ്യം മനസ്സിലാക്കും. ഇനി ആസാം എടുക്കും. എല്ലാ ആൾക്കാരും പറയുന്നൊരു സംഭവമുണ്ട്. 5 വർഷം കഴിഞ്ഞാൽ KC വന്നു കഴിഞ്ഞാൽ ഭരണത്തിൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം 5 വർഷം കഴിഞ്ഞാൽ ഭരണത്തിൽ വരണം അവർക്ക് നിർബന്ധമൊന്നുമില്ല. അതിൻ്റെ തെളിവാണ് ആസാം. ആസാമിൽ ഏറ്റവും വലിയ നേതാവ് തരുൺ ഗൊഗോയ്. അത് കഴിഞ്ഞ് അതിൻ്റെ ഏറ്റവും പവർഫുൾ നേതാവ് തരുൺ ഗൊഗോയ് നേരത്തെ കോൺഗ്രസ് ചീഫ് മിനിസ്റ്ററായിട്ട് ആസാമിൽ ഇരുന്നപ്പോഴും ഭരിച്ചുകൊണ്ടിരുന്നത് ഹെമന്ത ബിശ്വ ശർമ്മ, BJPയുടെ ഇന്നത്തെ മുഖ്യമന്ത്രിയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അയാൾ രാഹുൽ ഗാന്ധിയെ കാണാൻ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാം മൈൻഡ് ചെയ്തില്ല. അയാൾ പാർട്ടി വിട്ടുപോയി. അവിടെ കോൺഗ്രസ് പാർട്ടി ഒന്നുമല്ലാതെ 2ഓളം ഇലക്ഷൻ പൂർണ്ണമായിട്ടും തോറ്റു. ഇപ്രാവശ്യം അതിനേക്കാളും വലിയ രീതിയിൽ തോറ്റു. എന്നിട്ട് രാഹുൽ ഗാന്ധിക്ക് വല്ലതും പറ്റിയോ? കോൺഗ്രസ് ഹൈക്കമാൻഡിന് വല്ലതും പറ്റിയോ? ഇതൊക്കെ ആലോചിച്ചാൽ മതി. അതായത് കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഈ പാർട്ടി എന്ന് പറയുന്നത് അവരങ്ങനാണത്. അതായത് രാഹുൽ ഗാന്ധിയെ തെറ്റിച്ച് ബഹളമുണ്ടാക്കിയോ അടിയുണ്ടാക്കിയിട്ട് ഈ പറയുന്ന VD സതീശനെ ഒരു സ്റ്റേറ്റിൻ്റെ ഒരു മുഖ്യമന്ത്രിയായിട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് വെക്കത്തില്ല. CLPയിൽ ഭൂരിപക്ഷവും ഇല്ല. പിന്നെ എങ്ങനെയാണ് അയാൾ നേതാവാകുന്നത്? അടിയും ബഹളവുമായി. ഇതിനകത്ത് ഈ പറയുന്ന 1-2 മാസം കേരളത്തിൽ ഈ സോഷ്യൽ മീഡിയയിലും ചില കോൺഗ്രസ്സുകാരും ഫ്ലക്സും അത് ഇതൊക്കെ വെക്കത്തേ ഉള്ളൂ. 10 വർഷത്തിന് ശേഷം ഭരണത്തിൽ കിട്ടും. ഇത് പിന്നെ തിരിച്ച് അതിൻ്റെ കൂടെ അങ്ങ് പോവും. ഇതാണ് അതിൻ്റെ ഗെയിം എന്ന് പറയുന്നത്. അതല്ലാതെ ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് ഒരു സംഭവം കൂടെ പറഞ്ഞു നിർത്താം. രമേശ് ചെന്നിത്തലയുടെ കാര്യം. രമേശ് ചെന്നിത്തലയ്ക്ക് കൃത്യമായിട്ടറിയാം പുള്ളിയെ മുഖ്യമന്ത്രി ആക്കില്ല. രമേശ് ചെന്നിത്തലയുടെ ജൂനിയേഴ്സാണ് ഈ പറയുന്ന രണ്ടും, VD സതീശനും KC വേണുഗോപാലും. രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാം അയാളാക്കത്തൊന്നുമില്ലെന്ന്. പുള്ളിക്ക് സീനിയോറിറ്റി ഉണ്ട്, പല നേതാക്കളെ അറിയാം. ഇതാക്കണ്ട ആരാ? ഫൈനൽ തീരുമാനം എടുക്കേണ്ട രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിക്ക് ആരാ അഡ്വൈസ് ചെയ്യുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വൈസർ എല്ലാ സ്റ്റേറ്റിലെയും ഈ KC വേണുഗോപാല്. അപ്പോൾ വേണുഗോപാലിനൊരു റീപ്ലേസ്മെൻ്റ് ആവശ്യമുണ്ട്. കാരണം അയാളും മാറേണ്ട സമയമായി. സച്ചിൻ പൈലറ്റ് ഇങ്ങോട്ട് സംഘടനാ സെക്രട്ടറി ആയിട്ട് വരികയാണ്. അപ്പോൾ ഏറ്റവും നല്ല പോസ്റ്റ് എന്തോ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് പോവുക. ഇവിടെ ഒറ്റ കാര്യമേ ഉള്ളൂ, VD സതീശൻ എന്ന് പറയുന്നയാൾ ആദ്യം രാഹുൽ ഗാന്ധിയുമായിട്ട് പാച്ചപ്പ് ആകണം. ഈ പറയുന്ന KC വേണുഗോപാലോട്ട് പാച്ചപ്പ് ആകണം. നല്ലൊരു പോർട്ട്ഫോളിയോ മേടിക്കണം, ടീമായിട്ട് പോകണം. മനസ്സിലാക്കുക, ഹേമന്ത് ബിശ്വ ശർമ്മയും DK ശിവകുമാറിനെയും സച്ചിൻ പൈലറ്റിനെ ഒതുക്കിയ അവരെക്കാളും വലിയ നേതാവൊന്നും അല്ല ഈ VD സതീശൻ. ആലോചിച്ച് നോക്കണം, വലിയ സ്റ്റേറ്റാണ്,
വലിയ ലീഡേഴ്സാണ്. അവരുടെ ഉത്തരവൊന്നും ഈ പറയുന്ന ഈ വി ഡി സതീശനായിട്ടുമില്ല. അപ്പൊ അവരെ ഒതുക്കാൻ പറ്റും. അപ്പൊ ഈ പറയുന്ന വി ഡി സതീശനെ ഒതുക്കാൻ പറ്റത്തില്ലേ? കോൺഗ്രസിന്റെ ചരിത്രം ആദ്യം മനസ്സിലാക്കുക. രമേശ് ഇപ്പം ഫൈറ്റ് ചെയ്യുന്ന ഒറ്റ കാര്യമുള്ള അയാൾക്കൊരു നല്ല പോർട്ട്ഫോളിയോ വേണം, ഹോം മിനിസ്ട്രി വേണം. പുള്ളിക്കറിയാം പുള്ളിയാകത്തില്ല. ഇതാണ് കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രം. CLPക്ക് അത് മൃഗീയ ഭൂരിപക്ഷമാണ്. രമേശിനെ ആകെ ഈ പറയുന്ന ജ്യോതികുമാർ ചാമക്കാലയും പിന്നെ TJ വിനോദും അൻവർ സാദത്തോ 2-3-4 പേരൊക്കെ പിന്തുണയ്ക്കുന്നുള്ളൂ. സതീശനെ ആണെങ്കിൽ 2 പേരും. ബാക്കി 63 പേരിൽ ഇത്രയും ഭാഗം ഈ പറയുന്ന KCയുടെ കൂടെ. അതിനെ വെട്ടിമാറ്റി, അതിനെ തള്ളി മാറ്റി രാഹുൽ ഗാന്ധിയുടെ ശത്രുവായ ഉടക്കുണ്ടാക്കിയ ഒരു മനുഷ്യനെ ധിക്കരിച്ച ഒരാളെ സതീശനെ എങ്ങനെ മുഖ്യമന്ത്രിയാക്കും? ഇത് വല്ലാത്ത ചോദ്യമായത്. അതായത് മുഖ്യമന്ത്രി പോസ്റ്റ് എന്നൊക്കെ പറയുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ വളരെ കീ പോസ്റ്റാണ്. അങ്ങനെയാണത് ഹൈക്കമാൻഡ് കാണും. അവരുടെ ഏറ്റവും വിശ്വസ്തന്മാർക്ക് അത് കൊടുക്കത്തുള്ളൂ, പ്രത്യേകിച്ച് ആ ഫാമിലിയുമായിട്ട്. പ്രത്യേകിച്ച് ആ രാഹുൽ ഗാന്ധിയുടെ സർക്കിളിൽ ഏറ്റവും വിശ്വസ്തന്മാർക്ക് ഇതേപോലെയുള്ള പോസ്റ്റ് കൊടുക്കുകയുള്ളൂ. അല്ലാതെ അവരെ ധിക്കരിച്ചവർക്ക്, CLP ലീഡ് അതിൻ്റെ അകത്ത് കുറവുള്ളവർക്ക് എത്ര സോഷ്യൽ മീഡിയയിലും സാറ്റലൈറ്റ് മീഡിയയും തിളച്ചു പറഞ്ഞാലും കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രമുണ്ട്, അവർ കൊടുക്കത്തില്ല. അതിൻ്റെ തെളിവുകളാണ് ഞാൻ 3-4 സ്റ്റേറ്റ് പറഞ്ഞ്. അവരതിൽ നിന്ന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവത്തില്ല. സതീശൻ ഇപ്പം മന്ത്രിസഭയിലില്ലെങ്കിൽ പോയി എവിടെയെങ്കിലും പോകാൻ പറയും, ഇരിക്കുകയോ പോവുകയാലും മാറിപ്പോകാൻ. കാരണം ഈ പ്രാവശ്യം കോൺഗ്രസ് പാർട്ടിക്ക് സീറ്റുകളുണ്ട്. ഈ ഘടകകക്ഷികൾ എന്ന് പറഞ്ഞാൽ അവസാന മൂവ്മെൻറ്റ് പറയത്തേ ഉള്ളൂ. മുസ്ലിം ലീഗ് അല്ല, എന്നും ലീഗ് പറഞ്ഞാൽ അവർ മൈൻഡ് പോലും ചെയ്യത്തില്ല. അതും ഒരു കൃത്യമായിട്ട് പറയാം. കാരണം അവർക്ക് സീറ്റുകളുണ്ട്. കാരണം അവർക്കറിയാം ഇത് മാനേജ്. കാരണം മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിൽ ഇവരിടപെടാൻ പോകുന്നില്ല, പിന്നെന്തിന് ഇവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോകുന്നു? കാരണം ലീഗ് ഇങ്ങനെ സതീശന് അനുകൂലമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത പോലെ AICCക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അവരുടെ ആഭ്യന്തര കാര്യത്തിൽ ഇവരിടപെടേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ കോയിലേഷൻ പാർട്ട്നേഴ്സ് എന്ന് മാത്രമേ ഉള്ളൂ. അത് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡ് CLP ആണ്. അതിൽ തന്നെ ആയിരിക്കും സതീശൻ 100% ഔട്ടാണ്. അതായത് സതീശൻ ചെയ്യേണ്ടത് രാഹുൽ ഗാന്ധിയുമായിട്ട് പറഞ്ഞ് സെറ്റിൽ ചെയ്ത് KCയുമായിട്ട് സെറ്റിൽ ചെയ്ത് പോവുകയാണ്. നല്ലൊരു നല്ല ടീമായിട്ട് പോകുക. അല്ലെങ്കിൽ സതീശൻ്റെ രാഷ്ട്രീയം ഇതോടുകൂടെ തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. അല്ലെങ്കിൽ സതീശന് പൊളിറ്റിക്കൽ ഫ്യൂച്ചറുണ്ട്. ആ രീതി പോകുന്നതാണ് സതീശന് നല്ല. അല്ലെങ്കിൽ സതീശൻ ഒന്നുമല്ലാതായി പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.